പവി വന്നു. എത്രയാ? 10 രൂപ. അയ്യോ, പവിയല്ല, കടയിലേതോ സ്റ്റാഫാണെന്നാ തോന്നുന്നത്. ആ, ഇതാ കോഴിക്ക് വെച്ചത് കൊളക്കോഴിക്ക് കൊള്ളുകയെന്ന് പറയുന്നത്. ഓ, നമസ്കാരം. എന്താ ഇത് ഇവിടെ തരാൻ പറഞ്ഞു. പവി നിനക്ക് ലവ് ലെറ്റർ വല്ലതും കൊടുത്തു വിട്ടതായിരിക്കോ? ഏയ്, അത് മാത്രം പവി എനിക്ക് കൊടുത്തുവിടാൻ ഒരു സാധ്യതയില്ല. പിന്നെ എന്തായിരിക്കും അത്? ആ, മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യൂ, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. എന്തിനായിരിക്കും അവരകത്ത് പോയത്? കുളക്കോഴിക്കിനി വല്ല ചായയോ കാപ്പിയോ കൊടുക്കാനാണോ? ഹലോ, പോലീസ് സ്റ്റേഷൻ. കുളക്കോഴിയെ പിടിക്കാൻ പട്ടി അഴിച്ചുവിടാൻ പോയതാണോന്ന് എനിക്കൊരു സംശയം. ദേ, കൊളക്കോഴി കൊത്തുന്നുണ്ടെന്നാ തോന്നുന്നേ. എന്നാ ഞാൻ കുറച്ച് തവിടും പിണ്ണാക്ക് വിട്ട് കൊടുത്തേക്കാം. ഹായ്. പാവം, വളർത്തി വളർത്തി കൊല്ലാനാന്ന് കൊളക്കോഴി അറിയുന്നില്ലല്ലോ. ആരാടാ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി തെറുക്കത്ത് കൊടുത്ത്? ഇയാളാണ് സാർ. നീ ആരാടാ? അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നല്ല. പിന്നെ ഞാൻ മറുപടി കാത്തു നിൽക്കുക. മറുപടി കാത്തു മറുപടി ഞാൻ തരാടാ. വണ്ടി വിട്. മോളെ, കളി കൈവിട്ട് തുടങ്ങിയേ. എവിടം വരെ പോന്നു നോക്കട്ടെ. അങ്ങോട്ട് ചെല്ലടാ റാസ്കൽ. ആരാ? എന്താ പറയാമേ? അതെ, ഇയാള് തന്റെ സ്റ്റാഫാണോ? അല്ല. ആണ്. ഇയാൾ എന്താ തോന്നിയാസാ കാണിച്ചെന്നറിയോ? എന്താടാ കാണിച്ചേ? ഞാൻ പറഞ്ഞുതരാം. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇവൻ തെറിക്കത്ത് കൊടുത്തു. അതും ഞങ്ങള് പോലീസുകാർ തോറ്റുപോകുന്ന തെറി. ഈശ്വര, നിനക്ക് അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലടാ? അത് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ എന്റെ മോനാള് തന്നാണ്. ഏയ്, ഞാൻ കൊടുത്തൊന്നുമല്ല. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിവന്റെ സ്ഥിരം പരിപാടിയാ. നല്ല തറവാട്ടി കൊണ്ടേ തെറിക്കത്ത് കൊടുക്കും. അതിവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അല്ല പവൻ, അന്ന് കുക്കു അയൽക്കാരനുമായിരുന്നു കുഴപ്പക്കാർ. ഇപ്പതേ ഇവൻ. ഒരു സംശയം ചോദിച്ചോട്ടെ, തന്റെ കൂടുള്ളവരെല്ലാം ഇങ്ങനെ ഞരമ്പ് രോഗികളാണോ? അല്ലാതിപ്പോ മറിയാമ്മ ഇത്തവണ ഇവനോടും കൂടി ഒന്ന് ക്ഷമിച്ചേക്ക്. ഇനി ഇവിടുന്ന് ആരും ഒരു കുഴപ്പമുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇനി പഴയ കോളേജ് മേറ്റ് പറഞ്ഞിട്ട് വിട്ടില്ലെന്ന് വേണ്ട. പക്ഷെ ഇവനോട് എനിക്ക് 2 വാക്ക് പറഞ്ഞാലേ സമാധാനം കിട്ടും. ഇനി നീ പോലീസുകാര് തോറ്റുപോകുന്ന ഭരണിപ്പാട്ട് എഴുതിയ നീ പോലീസിന്റെ തനി സ്വഭാവം അറിയും. പിന്നെ നിന്നെ ഞങ്ങൾ വല്ല ഭരണിക്കകത്തും കഷ്ണം കഷ്ണമാക്കി നുറുക്കിയിട്ട് അടിയിൽ കൂടെ തീ വയ്ക്കും. കേട്ടടാ ഞാനും രോഗി. പവൻ, കമോൺ. സാറിനൊരു കോളുണ്ട്. ബോംബെന്നാ. ഹലോ. ഐ എം സോറി. ഇത്രയും വരെ കൊണ്ടെത്തിക്കണമെന്ന് വിചാരിച്ചതേ അല്ല. ഐ എം റിയലി സോറി പവി. നീ ഇപ്പൊ എവിടെയുണ്ട്? ദാ ഇവിടെ തന്നെ, തൊട്ടടുത്ത്. അടുത്തോ? അടുത്തെന്ന് വെച്ചാ? ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് വരാം. നീ ഇങ്ങോട്ട് വരെയും വേണ്ട, നിന്നെ എനിക്ക് കാണുകയും വേണ്ട. നിന്നെങ്ങാനെ കൺമുമ്പിൽ കണ്ടല്ലോ. പണ്ട് ലക്ഷ്മണൻ ശൂർപ്പണയെ ചെയ്തില്ലേ, അതുപോലെ വെട്ടിയറിഞ്ഞ് നിന്നെ നുറുക്കി 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 ഞാൻ. കേട്ടറി? സോറി. ഇറ്റ്സ് ഓക്കേ. താങ്ക് യു. നോ മെൻഷൻ. ഓക്കേ. നാറ്റക്കേസ് ഉണ്ടാക്കിയിട്ട് വന്ന് നിക്ക പോങ്ങൻ. ആര് നാട്ടുകേസ് ഉണ്ടാക്കിയത്? ഇയാള് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത്. എടാ, നിന്നോട് ഞാൻ പറഞ്ഞ ആ കത്തുണ്ട് വേറെ വീട്ടിൽ കൊടുക്കാൻ. അഡ്രസ് നോക്കി കൊടുക്കാനല്ലേ ഇയാൾ പറഞ്ഞത്? അഡ്രസിന്റെ മുമ്പിൽ റോസ് മത്തങ്ങ അക്ഷരത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടില്ലേ? റോസ് എന്ന് പറഞ്ഞാൽ റോസിന് കൊണ്ടേ കൊടുക്കണം, അല്ലാതെ കണ്ട തള്ളമാർക്കല്ല കൊണ്ടേ കൊടുക്കേണ്ടത്. മനസ്സിലായടാ കഴുതേ? 5ാം ക്ലാസ് വരെ മണ്ടത്തരം പഠിച്ചിട്ട് വന്ന് നിൽക്കുക. എടാ, നിന്റെ സംസർഗം കൊണ്ടാ എനിക്ക് ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ പറ്റണത്. നിന്നെ മോങ്ങാതെ പോയി നിന്റെ ജോലി വെക്കടാ. പോടാ ആരക്കഴുത. എനിക്ക് ഏത് സമയത്ത് അങ്ങനെ തോന്നി ഈശ? ഒരു കാര്യമില്ല. മിസ്റ്റർ പവി. യെസ്. എന്താ പവി? കേട്ടാൽ അറിയാത്തയാളെ
കണ്ടിട്ടറിയുന്നുണ്ടോ? നോക്കിക്കോ, ശരിക്കും നോക്കിക്കോ. തീരെ ഓർമ്മ കിട്ടുന്നില്ല. റാഗിങ്ങിന്റെ പേരിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയറിന് പഠിച്ചിരുന്ന ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണിന്റെ മുടി മുറിച്ച ഓർമ്മയുണ്ടോ? അഞ്ജന. പവിന്റെ പേരും മറന്നിട്ടില്ല? മറക്കാൻ പറ്റുമോ? ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? അഞ്ജന പിള്ള. എന്നെങ്കിലും നേരിട്ട് കണ്ടാൽ പവി പറഞ്ഞതുപോലെ നുറുക്കി 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 നുറുക്കി. അത്രയ്ക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഇത്രയൊക്കെയല്ലേ ചെയ്തുള്ളൂ. എ സ്വീറ്റ് റിവെഞ്ച്. പക്ഷേ ക്ലൈമാക്സ് ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇപ്പതേ എന്റെ മനസ്സ് ക്ലീനായി. പവിയുടെ മനസ്സിലും പിണക്കമൊന്നും വേണ്ട കേട്ടോ. ഇനി നമ്മൾ ഫ്രണ്ട്സ്. ഓക്കെ? എന്താ അത്ര ചിരിക്കാൻ? എടാ, നിനക്കൊരു അഹങ്കാരമുണ്ട്. നീയാണ് എന്റെ തന്താന്ന്. ആ അഹങ്കാരത്തിന് ഒരു പീക്കിരി പെണ്ണു വഴി നിനക്ക് കിട്ടിയ ശിക്ഷയാണിത്. ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. അച്ഛാ, അറിയാൻ പാടില്ല. ഈ അച്ഛൻ പഠിച്ചു വെച്ചോ. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല. എന്നിട്ട് ഞാൻ തടുത്തല്ലോ. അവള് ഫോൺ ചെയ്തപ്പോ ഞാൻ വല്ലതും വിശ്വസിച്ചു? നീയല്ലേ വായും പൊളിച്ച് അവിടെ പുറകെ പാഞ്ഞു കിടന്ന് അവസാനം കുഴി പോയി ചാടിയത്. ഇത് വെച്ച് നോക്കുമ്പോ ഞാൻ നാറിയതൊക്കെ എത്ര നിസാരം. പക്ഷെ ഒന്നും ഉള്ളിൽ വെച്ചോണ്ടല്ല അവള് പെരുമാറിയെന്ന് എന്നോട് പറഞ്ഞല്ലോ. പിന്നീട് അത്ര ഡീസന്റ് ആയിട്ട് എന്നോട് ബിഹേവ് ചെയ്തു. അത് അവളുടെ യോഗ്യത, അല്ല നിന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടൊന്നും അല്ല. എടാ, നമ്മളോട് തെറ്റിയതവരോടും തിരിച്ചും മാന്യമായിട്ട് പെരുമാറണം. അതാണ് ക്യാരക്ടർ. അല്ല തന്തയുടെയും തന്തയുടെ പ്രായമുള്ള കൂട്ടുകാരന്റെ തലേ കയറി നിരങ്ങുന്നതല്ല. മനസ്സിലായോ? എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം, ആ മിടുക്കിയെ. എവിടെയാടി? ദാ അവിടെ. പവി, പവിക്ക് 100 ആയുസാ. കുറച്ച് ഷോപ്പിംഗ് നടത്തണം. അപ്പൊ പവിയോട് ചോദിച്ചാൽ നല്ല സ്ഥലം പറഞ്ഞിരുന്നു പറഞ്ഞ് ഞങ്ങളത് അങ്ങോട്ട് വരുമായിരുന്നു. പവിക്ക് പ്രതിയെ മനസ്സിലായോ? പിന്നെ നമ്മുടെ റോസ് സീരിയലിലെ ഫോട്ടോ സെഷൻ കഥാപാത്രം. അമ്മാവന്റെ മോള. ഞാൻ തറവാട്ടിൽ നിന്ന് ബോറടിച്ചപ്പോ ഒന്ന് കറങ്ങാൻ ഇവളെയും കൂട്ടി. എന്താ പേര്? ജ്യോതി. ജ്യോതി. അന്ന് ആരെയാ പാർക്കിൽ വെയിറ്റ് ചെയ്തത്? ഹസ്ബൻഡല്ലേ? എന്നിട്ട് വന്നോ? വന്നില്ല, വരാറായി. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് ശരി. അപ്പൊ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇവളെ കെട്ടി ചയക്കാനല്ലേ ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നത്. ഇവക്ക് കുറച്ച് ഡ്രസ് എടുക്കണം. ഏതാ നല്ല കട? ഐ മീൻ റീസണബിൾ. ഞാൻ വരാം. എനിക്കാകുമ്പോ കുറച്ച് ഡിസ്കൗണ്ടും കിട്ടും. പ്ലീസ് കം. സാബു, ഇത് 2 വമ്പൻ സ്രാവുകളാ. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കാശില്ലാന്ന് പറയും. ഡോളേഴ്സാ കാണും. ഇവരെന്റെ ഫ്രണ്ട്സാ. ഇത് ജ്യോതി, ഇത് അഞ്ജന. തെറ്റി പവി. ഇത് അഞ്ജന, അത് ജ്യോതി. സോറി, ഇത് അഞ്ജന, ഇത് ജ്യോതി. ഇത് ജ്യോതി, ഇത് അഞ്ജന. പവി കയ്യിന്ന് പോയി. അദ്ദേഹത്തിന് ഏതായാലും കാര്യം മനസ്സിലായല്ലോ. പവിനെ പോയിക്കോളൂ. പെണ്ണുങ്ങളോട് ഷോപ്പിങ്ങിന് നല്ല ഗതി അറിയാലോ. അപ്പൊ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ്. ഞാൻ താഴെ ഉണ്ടാവും. പവി, ലഞ്ച് നമുക്ക് ഒരുമിച്ചായാലോ? അയ്യോ, അത് മാത്രം പറ്റില്ല. ഉച്ചയ്ക്ക് ഊണ് വീട്ടിൽ അച്ഛന്റെ കൂടെ. അച്ഛൻ മാത്രമേ ഉള്ളൂ വീട്ടില്? അല്ലല്ല, ഒരുപാട് പേരുണ്ട്. വലിയ തറവാടല്ലേ. അമ്മയുണ്ട്, അമ്മാവന്മാരുണ്ട്, അമ്മായിമാരുണ്ട്, ചേച്ചിമാരുണ്ട്, അനീത്തിമാരുണ്ട്, ആനയുണ്ട്, പാപ്പാമാരുണ്ട്, വേലക്കാരുണ്ട്. പക്ഷെ എല്ലാം കൂടി ഒരാളാ, അച്ഛൻ. എനിക്ക് പവിയുടെ അച്ഛനെ കണ്ടൊരു സോറി പറയണം. ഫോണിൽ കൂടെ ആയാലും ഞാൻ ഒരുപാട്. അച്ഛനും അഞ്ജനെ കാണാൻ വീർപ്പൂട്ടിയിരിക്കുക. ഒരു ദിവസം വാ വീട്ടിലേക്ക്. ഞാൻ വരാം പവി. Then okay, bye bye, see you, bye. Alone. ബെസ്റ്റ്. അതിഥികളെ സ്വീകരിക്കാൻ പറ്റിയ വേഷം. നിന്നെ പോലുള്ള അതിഥികളെ സ്വീകരിക്കാൻ ശരിക്കും വേഷം വേണ്ട. പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെ. നീ എപ്പോഴാ പെൺകുട്ടിയായത്? ഞാനല്ല. വേഷവും വർത്താനം കൂടി ആയപ്പോ ആളെ മനസ്സിലായല്ലോ അല്ലേ? ശരി, ഇതാരാണെന്ന് അച്ഛന് മനസ്സിലായോ? എടാ, ആളും തരവും കണ്ട തിരിച്ചറിയാതിരിക്കാൻ ഞാൻ നിന്നെ പോലെ വെറും പോഴനല്ല. മോളുവാ. എന്തായത്? പവിയെ കളിപ്പിക്കുന്നതിനിടയിൽ ഞാൻ അച്ഛനോട് എന്തൊക്കെ തോന്നിയാസാ പറഞ്ഞത്. അപ്പോഴത്തെ രസത്തിന് ഓർക്കാതെ ഐ എം സോറി, റിയലി സോറി. ഇനി ഇവനെ കുരങ്ങളിപ്പിക്കാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാനും ഞാനുണ്ട്. സപ്പോർട്ടൊക്കെ ചെയ്തോ? അകത്തെന്തോ കരിഞ്ഞു മണക്കുന്നുണ്ട്. അയ്യോ, പാലെടുപ്പത്തിരിക്കുക. അച്ഛനെ എന്തിനാ പവി ഇങ്ങനെ ഓടിക്കുന്നത്? ജോലിക്കാരെ ആരെങ്കിലും നിർത്തിക്കൂടെ?
അതിന് സമ്മതിക്കണ്ടേ? മോന് കൊടുക്കാനുള്ള ആഹാരം വൃത്തിയുള്ളതായിരിക്കണം, രുചിയുള്ളതായിരിക്കണം. ഞാൻ എപ്പോഴും വെറുതെ ഇള്ളാക്കുഞ്ഞാന്ന് അച്ഛന്റെ വിചാരം. എന്നാലും ഇത് ഇത്തിരി കഷ്ടാട്ടോ പവി. പവിയുടെ അമ്മ മരിച്ചിട്ട് എത്ര കാലായി? അന്നെനിക്ക് 1.5 വയസ്സാന്ന് അച്ഛൻ പറഞ്ഞേ. പിന്നെന്താ അച്ഛൻ വേറെ വിവാഹം കഴിക്കാതിരുന്നത്? അന്നൊക്കെ ഒരുപാട് പേര് നിർബന്ധിച്ചതാ. വന്നു കയറുന്ന പെണ്ണുമ്പിള്ള സ്വന്തം മക്കളെ ദ്രോഹിച്ചാലോ? രണ്ടാനമ്മ എപ്പോഴും ദുഷ്ടകഥാപാത്രമാണല്ലോ. എന്തായാലും യു ആർ സോ ലക്കി പവി. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയില്ലേ? ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അച്ഛനല്ലേ ലക്കി. അയ്യടാ. എന്താ മെന്നെ ഒരു സ്ത്രീ ശബ്ദം? എന്തായാലും നാരായണേട്ടന് കല്യാണം ആലോചിക്കാൻ പറ്റിയ പെണ്ണല്ല, സ്വല്പം പ്രായക്കൂടുതലാ. ഹലോ അങ്കിൾ. ഹലോ. നിങ്ങൾ തമ്മിൽ അറിയൂ? പിന്നെ ഒന്ന് പറഞ്ഞു കൊടുക്കങ്കിൾ നമ്മൾ തമ്മിലുള്ള അഫയറിനെ പറ്റി. നാരായണ എവിടെ പോവാ? ഞാൻ പ്രഷറിന് മരുന്ന് കഴിക്കാൻ മറന്നു, ഇപ്പഴാ ഓർത്തത്. അത് നന്നായില്ലേ? ഈ നാരായണേട്ടന് ഇത് എന്താ പറ്റിയേ? നാരായണ ഒന്ന് നിന്നേ. നാരായണൻ വന്നോ? വരികയും ചെയ്തു, വന്ന പോലെ പോവുകയും ചെയ്തു. എന്താന്നറിയില്ല. എന്നെ കണ്ടിട്ട് ആളോടിയത്. അതെന്താ? ഞാനല്ലേ മൂപ്പിലാനെ കണ്ണു കാണിച്ചെന്ന് പാർക്കിൽ കൊണ്ടുവന്നത്. അത് നീയാണോ? പിന്നല്ലാതെ. മിടുക്കി. ഇങ്ങനെയുള്ള വായു നോക്കികൾക്ക് ഇത് തന്നെ ശിക്ഷ. ആ അങ്കിൾ എന്താ ഇവിടെ? ആ അതറിയില്ലേ? ആ വായി നോക്കിയ അങ്കിളിന്റെ ഏറ്റവും വലിയ ഫ്രണ്ടാ ദേ ഇരിക്കണേ. കൂട്ടുകാരനെ കാണാൻ വന്നതാ. അയ്യേ, ഇങ്ങനെയുള്ള ആൾക്കാരാണോ അച്ഛന്റെ ഫ്രണ്ട്സ്? ആ ഇപ്പൊ മനസ്സിലായില്ല ആളുടെ സ്റ്റാൻഡേർഡ്. ഇവൻ ഈ പറയുന്നതൊന്നും ഇല്ല മോളെ. അയാൾ ഒരു സാധുവാ. ഉണ്ടായിരുന്ന ഒരു ഭാര്യ പിണങ്ങിപ്പോയി. വയസ്സുകാലത്തൊരു മോഹം ഒരു കല്യാണം കഴിക്കണമെന്ന്. അപ്പൊ ഏത് പെണ്ണ് മുഖത്ത് പോയി ചിരിച്ചാലും അയാളെ വിചാരം അയാളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നാ. അങ്ങനെയാ മോളുടെ കയ്യിലും വന്ന് പെട്ടത്. മോള് ചായ കുടിച്ചേ.